എൽസി നമ്മൾ നോക്കണത്. രാവിലെ 8:54 നമ്മൾ ചെറുതായിട്ടൊന്ന് വൈകുന്നു. ഒരു കാര്യം നമ്മുടെ ബാഗ് എൻ്റെ ബാഗ് ഒക്കെ വെച്ചു. അപ്പോൾ നമുക്ക് നേരെ ഗേറ്റ് വന്നിട്ട് പോകാം ഗൈസ്. എന്നെ വണ്ടി സ്റ്റാർട്ടാക്കി ഗൈസ്. ഇനി നമുക്ക് നേരെ ആദ്യം അമ്മയെ കൊണ്ടാക്കാം, എന്നിട്ട് നേരെ കോളേജിൽ പോകാം ഗൈസ്. അപ്പോൾ വണ്ടി ഒന്ന് റെഡിക്കിട്ട് വരാം. നമ്മൾ കോളേജിൽ എത്തി. ഇനി വണ്ടി ഓഫ് ചെയ്യുക, എന്നിട്ട് നേരെ കോളേജിനുള്ളിൽ കയറാം ഗൈസ്. വണ്ടി ഓഫ് ചെയ്തു, നേരെ കോളേജിനുള്ളിൽ കയറാം. അപ്പോൾ ഗൈസ് എൻ്റെ താലം ഞാൻ അമ്മയ്ക്ക് കൊടുത്തിരിക്കുന്നു. അതായത് വണ്ടി ഓടിക്കാൻ അമ്മയ്ക്ക് കൊടുത്തു ഗൈസ്. നോക്കി എടുക്കണേ. ഒന്നുകൂടി തിരിച്ചോളൂ വേണമെങ്കിൽ. വേണ്ട, ഞാൻ തിരിച്ചിട്ടാൽ മതി. ഓക്കെ. അപ്പോൾ ഗൈസ് നമ്മൾ പറഞ്ഞ പോലെ പ്ലാൻ ഇട്ട പോലെ നമ്മളുടെ ഈ വണ്ടി ഇത് അമ്മയ്ക്ക് കൊടുത്തിട്ട് പഠിച്ചു കഴിഞ്ഞിട്ടോ ഈ വണ്ടി അമ്മയ്ക്ക് കൊടുത്തിട്ട് നമ്മൾ കുഴപ്പമില്ലാണ്ട് ഓടിക്കുന്നുണ്ട്. ഇനി എന്താ ഇനിയിപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് എടുത്ത് ഓടിക്കണതാണ്. അപ്പോൾ നമുക്ക് അടുത്ത് വണ്ടി നോക്കേണ്ടി വരും. ഞാൻ നോക്കണത് എൽസിയാണ് ഗൈസ്. എൽസിയാണ് നമ്മൾ നോക്കണത്. വീട്ടുകാർ അത് ചോദിക്കാൻ തുടങ്ങി ഗൈസ്. എൽസിയൊക്കെ ഇപ്പോൾ റെഡിയാവും. നല്ല വണ്ടി തപ്പിക്കൊണ്ടിരിക്കുകയാണ്. എൽസി ഡിസ്കണ്ടിന്യൂ ചെയ്തു എന്താ പ്രൊഡക്ഷൻ ഇല്ലയെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ അതുകൊണ്ട് സെക്കൻഡ് ഹാൻഡാണ് നോക്കണം ഗൈസ്. വീട്ടുകാർ വരെ തുടങ്ങി പറയല്. അപ്പോൾ ഗൈസ് അപ്പോൾ നമ്മൾ വീണ്ടും അവിടെ തരാം. നേരത്തെ ഒരു പൂച്ച ചാടിയതാണ് ഗൈസ്. 2000 പൂച്ച ഇപ്പം ചാവണ്ടായിരുന്നു. അപ്പം അമ്മ ചവിട്ടിയോണ്ട് രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ ഇപ്പം പൂച്ച പാസിഡാവേ ആയിരുന്നു. അപ്പോൾ നമ്മളത് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഞാൻ അവിടെ എത്തിയിട്ട് നമ്മുടെ ഷെഡിൻ്റെ അവിടെ എത്തിയിട്ട് പറയാൻ ബാക്കി. പിന്നെ നമ്മൾ ലെക്സസ് ഒക്കെ നോക്കി നിങ്ങൾക്ക് അറിയാമല്ലോ, അതൊന്നും ശരിയായില്ല ഗൈസ്. അത് ഡ്യൂ ടു സം ടെക്നിക്കൽ ഇഷ്യൂ അത് ശരിയായില്ല. അപ്പം കുറച്ച് കഴിഞ്ഞിട്ട് വരാം. അപ്പോൾ വണ്ടി നോക്കിയാൽ ഗൈസ് നേരെ വിട്ട് കയറാം.